നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പാവപ്പെട്ടവരുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വഴിപാടിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരുപാട് പാവത്തുങ്ങളെ കോടീശ്വരന്മാരാക്കി തീർത്ത ഏറ്റവും ശക്തിയുള്ള ഒരു വഴിപാട്, 100% ഫലം കാണുന്ന അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്ന ഒരു വഴിപാടാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ഈ വഴിപാട് ആർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ അവരൊക്കെ അത് ചെയ്യുകയും പിൽക്കാലത്ത് എൻ്റെ അടുത്ത് വന്ന് അതിൻ്റെ ശക്തിയെപ്പറ്റി, അത് നേടിക്കൊടുത്ത അത്ഭുതങ്ങളെപ്പറ്റി, ഐശ്വര്യങ്ങളെപ്പറ്റി വാതോരാതെ പറയുകയും ചെയ്തിട്ടുള്ള അനുഭവമുള്ള ഒരു വഴിപാടാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ദുരിതങ്ങൾ, ജീവിതത്തിൽ ഉയർച്ചയില്ലായ്മ, തൊഴിലിൽ ഉയർച്ചയില്ലായ്മ, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വഴിപാട് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിലും ആ അത്ഭുതം നടക്കും. ഇനി എത്ര പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും, ഇനി ഭിക്ഷക്കാരനാണെന്ന് പറഞ്ഞാലും കോടീശ്വരനായിരിക്കും. അതിനുള്ള ഐശ്വര്യം ഭഗവാൻ നൽകി അനുഗ്രഹിച്ചിരിക്കും എന്നുള്ളതാണ്. അപ്പം അത്രയധികം സത്യമുള്ള വഴിപാടാണിത്. എന്തിനാണ് ഇത്രയും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, അത്രയധികം ചെയ്ത് അനുഭവം കിട്ടിയ ഒരു വഴിപാടാണ് ഈ വഴിപാട് എന്ന് പറയുന്നത്. അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് തൊട്ടറിഞ്ഞതുകൊണ്ടാണ്, ആ ശക്തി തൊട്ടറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്. ഈ വഴിപാട് ചെയ്യേണ്ടത് വീട്ടിനടുത്തുള്ള മഹാഗണപതി അമ്പലത്തിലോ അല്ലെങ്കിൽ ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടുള്ള അമ്പലങ്ങളിലായാലും മതി എന്നുള്ളതാണ്. ഗണപതി ഭഗവാന് വേണ്ടിയാണ്, ഗണപതി ഭഗവാനാണ് നമ്മൾ ഈ വഴിപാട് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. എത്ര തവണ ചെയ്യണം എന്ന് ചോദിച്ചാൽ ഒറ്റ തവണ ചെയ്താൽ മതി. ചില വഴിപാടുകളുണ്ട് നമ്മൾ 4-5 തവണയൊക്കെ ചെയ്യണം. ഇതങ്ങനെ ഒന്നും ചെയ്യണ്ട, ഒറ്റ തവണ ചെയ്താൽ മതി. ഒരു തവണ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ആ മാറ്റം അനുഭവിച്ചറിയും. പിന്നെ ഞാനിത് പറയേണ്ട കാര്യമില്ല, നിങ്ങൾ തന്നെ ഈ വഴിപാടിൻ്റെ വിശ്വാസിയാകും. നിങ്ങളത് ചെയ്തിരിക്കും പിന്നെ തുടർന്നങ്ങോട്ട് എന്നുള്ളതാണ്. ഒറ്റ തവണ നിങ്ങൾ ചെയ്യൂ, ആ അത്ഭുതം ജീവിതത്തിൽ, ആ മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് തൊട്ടറിയാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ വീടിനടുത്ത് മഹാഗണപതി ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ചെയ്യുക. അതില്ല, എല്ലാ നാട്ടിലും ഗണപതി അമ്പലം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാൻ മിക്ക അമ്പലങ്ങളിലും ഉപപ്രതിഷ്ഠയായിട്ട് കാണും. അങ്ങനെയുള്ള ഗണപതി ഉപപ്രതിഷ്ഠയായിട്ടിരിക്കുന്ന ഏത് ഗണപതി കോവിലിൽ വേണമെങ്കിലും, ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഏത് അമ്പലത്തിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ ബുധനാഴ്ച ദിവസം ചെയ്യാം, ഏറ്റവും നല്ലതാണ്. ബുധനാഴ്ച, ഏതെങ്കിലും ഒരു ബുധനാഴ്ച ചെയ്താൽ മതി. അതുമല്ലെങ്കിൽ ചതുർത്ഥി എന്നാണെന്ന് നോക്കിയിട്ട് ചതുർത്ഥി നാളിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇനി ബുധനാഴ്ചയും ചതുർത്ഥിയും കൂടെ ചേർന്ന് വരുന്ന ദിവസം കലണ്ടറിൽ അടുത്തെങ്ങാണോ ഉണ്ടോ എന്നുള്ളത് നോക്കൂ. അങ്ങനെയുണ്ടെങ്കിൽ ആ ദിവസം ചെയ്യുന്നതും ഏറ്റവും കെങ്കേമമാണ്. ബുധനാഴ്ച ചെയ്യാം, ചതുർത്ഥി ദിവസം ചെയ്യാം, ചതുർത്ഥിയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസമായാൽ ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പം ഇത് മൂന്നിൽ ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അതാ വരുന്ന ബുധനാഴ്ച ചെയ്യണമെങ്കിൽ വരുന്ന ബുധനാഴ്ച നിങ്ങൾക്ക് ചെയ്യാം. 100% ഫലം കിട്ടുന്നതായിരിക്കും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് രാവിലെ വേണം ഇത് ചെയ്യാനായിട്ട്. അതായത് വൈകുന്നേരം അമ്പലത്തിൽ പോയല്ല ചെയ്യേണ്ടത്, രാവിലെ പോയി വേണം ചെയ്യാനായിട്ട്. രാവിലെ കുളിച്ച് ശുദ്ധിയായി എല്ലാ ഐശ്വര്യമായിട്ട്, ഇതിന് പ്രത്യേകിച്ച് നിങ്ങൾ വ്രതം ഒന്നും നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അഥവാ വ്രതം നിന്ന് ചെയ്യണമെന്നുള്ളവരാണെങ്കിൽ തലേന്ന് രാത്രി മാത്രം, അല്ലെ തലേ ദിവസം മാത്രം ഒന്ന് വ്രതം നിന്നിട്ട്, സാധാരണ വ്രതം നിൽക്കുന്ന പോലെ തന്നെ ഒന്ന് വ്രതം നിന്നിട്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് നിർബന്ധമല്ല. ചിലർക്കത് അങ്ങനെ ചെയ്യണമെന്നൊരാഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവരങ്ങനെ ചെയ്തോളൂ. വ്രതം നിൽക്കണമെന്നുള്ള കാര്യം നിർബന്ധമല്ല. അപ്പം ബുധനാഴ്ച ദിവസം രാവിലെ കുളിച്ച് ശുദ്ധിയായി ഈ ഗണപതി അമ്പലത്തിൽ പോവുക. പോകുന്ന സമയത്ത്, പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ 2 കാര്യങ്ങൾ ഈ വഴിപാടിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. ഒന്നെന്ന് പറയുന്നത് 11 നാളികേരം എടുത്ത് വയ്ക്കണം. 11 തേങ്ങ, 11 എണ്ണം വേണം. അതിൽ കൂടുതലും വേണ്ട, അതിലൊന്ന് കുറവും വേണ്ട. കറക്റ്റ് 11 എണ്ണം. ഒന്നുകിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിന് അവിടുന്ന് സ്റ്റാളിൽ കിട്ടുമെങ്കിൽ അവിടുന്ന് വാങ്ങിയാൽ മതി. അതല്ല വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് 11 നാളികേരം, കറക്റ്റ് 11. ഒന്ന് കൂടുതലോ ഒന്ന് കുറവോ എടുക്കരുത്. എല്ലാ ദിവസവും അമ്പലത്തിൽ തൊഴാൻ പോകുന്ന കണക്കല്ല. ഇത് 11 എന്ന് പറഞ്ഞാൽ 11 നാളികേരമായിട്ട് വേണം
പോകേണ്ടത്. അത് എന്തിനാണെന്ന് ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ 11 നിഷ്കർഷിക്കുന്നതെന്നുള്ള വീഡിയോയിൽ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പൂക്കടയിലോ അല്ലെങ്കിൽ ഈ മാല കെട്ടുന്ന കടയിലോ പറഞ്ഞിട്ട് ഒന്നുകിൽ കറുക നാരങ്ങാമാല അതല്ലെങ്കിൽ കറുക മുക്കുറ്റിമാല, രണ്ടിലേതായാലും മതി. ഈ കറുക മുക്കുറ്റിമാല എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സമയത്തും എല്ലാ കടയിലും പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റത്തില്ല. കറുകയും മുക്കുറ്റിയും ഇടകലർത്തി കെട്ടുന്ന ഒരു കറുകക്കെട്ടിനിടയിൽ ഒരു മുക്കുറ്റി വെച്ചിട്ട് കെട്ടി വീണ്ടും ഒരു കറുക വെച്ചിട്ട് കെട്ടി അങ്ങനെ കെട്ടുന്ന മാലയാണ് കറുക മുക്കുറ്റിമാല എന്ന് പറയുന്നത്. അത് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലായിടത്തും കറുക മുക്കുറ്റിമാല കിട്ടണമെന്നില്ല. ഈ മുക്കുറ്റിയുടെയൊക്കെ ലഭ്യത കുറവ് കൊണ്ടൊക്കെ എല്ലായിടത്തും അത് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറുകയും നാരങ്ങയും ഇടകലർത്തി കെട്ടുന്ന കറുക നാരങ്ങാമാലയുണ്ട്. അതായത് കറുകയുടെ ഒരു കെട്ട് വയ്ക്കും, ഒരു നാരങ്ങ കോർക്കും, വീണ്ടും കറുക വയ്ക്കും, നാരങ്ങ കോർക്കും, അങ്ങനെ കറുകയും നാരങ്ങയും കോർക്കുന്ന കറുക നാരങ്ങാമാല. ഈ 2 മാലകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഭഗവാന് ചാർത്താനായിട്ട്. അപ്പം കറുക മുക്കുറ്റിമാല അല്ലെങ്കിൽ കറുക നാരങ്ങാമാല ഒരെണ്ണം പറഞ്ഞ് നേരത്തെ കടയിലോ അല്ലെ വീട്ടിൽ തന്നെ ഒരുക്കാൻ പറ്റുന്നവരാണെ നിങ്ങൾ തന്നെ ചെയ്തോളൂ, യാതൊരു പ്രശ്നവുമില്ല. അപ്പം അങ്ങനെ ഒരു മാലയും കൂടാതെ 11 നാളികേരം, കൃത്യം 11 നാളികേരമായിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞ് ഭഗവാനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് ഓം ഗം ഗണപതയേ നമ ഒക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഭഗവാന്റെ നടക്കിൽ നിന്ന് 12 ഏത്തമൊക്കെ ഇട്ട് സമസ്ത അപരാധങ്ങളും പുറത്തു തരണം, സകല വിഘ്നങ്ങളും തീർത്തു തരണം, ഭഗവാൻ കൂടെ ഉണ്ടാകണം, മുന്നിൽ നിന്ന് ഗണനായകൻ നയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ ഈ മാല ചാർത്താനായിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഈ 11 നാളികേരം ഒന്നൊന്നായിട്ട് എടുക്കുക. ഈ 11 നാളികേരങ്ങളിൽ ആദ്യത്തെ 5 നാളികേരങ്ങൾ പഞ്ചഭൂതങ്ങളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വേണം ഉടയ്ക്കാനായിട്ട്. ഇത് ഉടയ്ക്കാൻ വേണ്ടിയിട്ടായി 11 നാളികേരം. ആദ്യത്തെ 5 ഈ നാളികേരം എടുത്ത് പഞ്ചഭൂതങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ മഹാഗണപതി ഭഗവാന്റെ നടക്കൽ ഉടയ്ക്കുക. ആദ്യത്തെ നാളികേരം ഉടയ്ക്കുമ്പം ആകാശം, രണ്ടാമത്തെ നാളികേരത്തിന് വായു, മൂന്നാമത്തെ നാളികേരം ഉടയ്ക്കുമ്പം ജലം, നാലാമത്തെ നാളികേരം ഉടയ്ക്കുമ്പം ഭൂമി, അഞ്ചാമത്തെ നാളികേരം ഉടയ്ക്കുമ്പം അഗ്നി. ഇതാണ് പഞ്ചഭൂതങ്ങൾ. ആകാശം, വായു, ജലം, ഭൂമി, അഗ്നി. ഈ 5 ഓരോ ഈ നാളികേരം ഉടയ്ക്കുമ്പോഴും ഓരോന്നിനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ആകാശം, വായു, ജലം, ഭൂമി, അഗ്നി എന്നിങ്ങനെ ആദ്യത്തെ 5 നാളികേരം ഉടയ്ക്കുക. 6ാമത്തെ നാളികേരം ഉടയ്ക്കുന്ന സമയത്ത് മനസ്സിൽ നാഗദൈവങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഈ ഭൂമിയുടെ അവകാശികളാണ്, ഈ ഭൂമിയുടെ കാവൽക്കാരാണ്, ഈ ഭൂമിയിലെ എല്ലാ നന്മകളും നമുക്ക് കൊണ്ടുവരുന്ന ദേവന്മാരാണ് നാഗദൈവങ്ങൾ. ആ നാഗദൈവങ്ങളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് 6ാമത്തെ നാളികേരം ഉടയ്ക്കുക. 7ാമത്തെ നാളികേരം സൂര്യഭഗവാന്, ആദിത്യനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 7ാമത്തെ നാളികേരം ഉടയ്ക്കുക. 8ാമത്തെ നാളികേരം ചന്ദ്രദേവന്, സാക്ഷാൽ ചന്ദ്രഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 8ാമത്തെ നാളികേരം ഉടയ്ക്കുക. 9ാമത്തെ നാളികേരം ശനി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഉടയ്ക്കുക. ശനിയാണ് നമ്മളുടെ ഈ ജീവിതത്തിലെ നമ്മളുടെ എല്ലാ ചെയ്തികളും കർമ്മഫലങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ആ ശനിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ശനി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് 9ാമത്തെ നാളികേരം ഉടയ്ക്കുക. 10ാമത്തെ നാളികേരം കുബേര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഉടയ്ക്കുക. 10ാമത്തെ ആരെയാണ്? കുബേര ഭഗവാൻ, ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഒക്കെ ദേവനായിട്ടുള്ള കുബേര ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഉടയ്ക്കുക. 11ാമത്തെ നാളികേരം സാക്ഷാൽ മഹാഗണപതിയെ, ഗണനായകനായ വിഘ്നേശ്വരനായ വിനായകനായ നമ്മുടെ സർവശക്തൻ പൊന്നുതമ്പുരാൻ മഹാഗണപതി ഭഗവാനെ വിചാരിച്ചുകൊണ്ട് ആ നടക്കിലുടയ്ക്കുക. അങ്ങനെ 11 നാളികേരം. ഞാൻ പറഞ്ഞല്ലോ 11ൻ്റെ കണക്ക് നിങ്ങൾക്കിപ്പം മനസ്സിലായല്ലോ. ആദ്യത്തെ 5 എണ്ണം പഞ്ചഭൂതങ്ങൾക്ക്, പിന്നീട് 6 നാഗദൈവങ്ങൾ, 7 ആദിത്യ ഭഗവാൻ, 8 ചന്ദ്രദേവൻ, 9 ശനി ഭഗവാൻ, 10 കുബേര ഭഗവാൻ, 11 മഹാഗണപതി. അങ്ങനെ 11 നാളികേരവും ഉടച്ച് ഭഗവാന്റെ അടുത്ത് എന്തൊക്കെ നിങ്ങൾക്ക് വരം ആവശ്യമുണ്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് ഭഗവാനോട് ചോദിക്കാനുണ്ടോ അതൊക്കെ ചോദിക്കുക. അവിടുത്തെ തിരുമേനി നിങ്ങൾക്ക് മാലയെല്ലാം ചാർത്തി പൂജയെല്ലാം ചെയ്ത് പ്രസാദം തരും. ആ പ്രസാദം തിരുനെറ്റിയിൽ അണിയുക, വീട്ടിൽ കൊണ്ടുവരിക. കൊണ്ടുവന്ന് പൂജാമുറിയിൽ, വേറെ ഒന്നെല്ലാം ചാർത്തിയൊന്നും ചെയ്യരുത്, പൂജാമുറിയിൽ ഒരു ഓരമായിട്ട് കൊണ്ടുവന്ന് വെക്കുക. ഏറ്റവും ഐശ്വര്യം, ദിവസവും ആ പ്രസാദം തീരുന്നത് വരെ നിങ്ങൾ ജോലിക്കോ അല്ലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴോ വരുമ്പോഴോ ഒക്കെ ആ പ്രസാദം എടുത്ത് അണിഞ്ഞ് ശുദ്ധിയോടുകൂടി അണിഞ്ഞുകൊണ്ട്
പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. ഇപ്പം ഇന്നാണ് നിങ്ങളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കൊല്ലം, അടുത്ത കൊല്ലം ഇതേ സമയം നിങ്ങളൊരു റിമൈൻഡറോ അലാറമോ കലണ്ടറിൽ കുറിച്ചിടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളൂ. ആ മാറ്റം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കും. ഈ ചാനലും ഈ വീഡിയോയും ഞാനും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിരിക്കും എന്നുള്ളത് അത്രയും സത്യമുള്ള ഒരു വഴിപാടാണ് ഈ വഴിപാട് എന്ന് പറയുന്നത്. അപ്പം അമ്പലത്തിൽ ഈ കാര്യം ഒന്ന് ചെയ്യാവുന്നതാണ്. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ, ദുഃഖങ്ങളൊക്കെ ഉള്ളവർ അറിഞ്ഞിരുന്ന് ചെയ്തു നോക്കൂ, ഫലം കിട്ടും. ഉള്ളിൽ തട്ടി മനസ്സിൽ തട്ടി പറഞ്ഞതാ കേട്ടോ, സത്യമുള്ള കാര്യമാണ്, ഫലം കിട്ടിയ കാര്യമാണ്. അനുഭവം ഗുരു. ഇത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.